നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശുദ്ധമായ മഞ്ഞൾപ്പൊടി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മഞ്ഞൾ നട്ടതിന് ശേഷം 8-9 മാസത്തിന് ശേഷമാണ് വിളവെടുപ്പ് തയ്യാറാകുന്നത്. നമ്മൾ മാർച്ചിൽ നട്ടത് ജനുവരിയിൽ വിളവെടുത്തു. ഇലകളും തണ്ടുകളും മഞ്ഞൾ ഉണങ്ങി തുടങ്ങുന്നത് വിളവെടുപ്പിന്റെ പ്രധാന സൂചനയാണ്. കിഴങ്ങുകൾ കട്ടിയുള്ളതും നല്ല നിറമുള്ളതുമായിരിക്കണം. വിളവെടുപ്പ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഷോർട്ട് വീഡിയോ ആയി കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മളുടെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നൽകുന്നതാണ്. ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അടുത്തുള്ളത്. മഞ്ഞൾ ക്ലീൻ ആക്കുക. പുറം തൊലിയിലെ അഴുക്കുകളും നാരുകളും കത്തി ഉപയോഗിച്ച് വൃത്തിയാക്കുക. കേടായ കിഴങ്ങുകളെല്ലാം വേർതിരിക്കണം. നടാനുള്ള വിത്തുകൾ നമ്മൾ പ്രത്യേകം മാറ്റിയിട്ടിട്ടുണ്ട്. ബാക്കി വിത്തിന്റെ ഭാഗം അത് കത്തി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആണ് നമ്മൾ ക്ലീനിങ്ങിനടുത്ത് അവിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മഞ്ഞൾ പൊഴിയുന്നതിന് പല മാർഗങ്ങളുമുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി കാണാം. നമ്മൾ വിളവെടുത്ത മഞ്ഞളിന്റെ വിളവനുസരിച്ച് വേണം കലം എടുക്കാൻ. അല്പം വലിപ്പമുള്ള കലം ആയാലും കുഴപ്പമില്ല. കലത്തിനടിയിൽ കമ്പുകൾ വെച്ച് പുറത്ത് മഞ്ഞയുടെ ഇലകൾ വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുക. ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അഴുക്ക് കളഞ്ഞ് കത്തി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. കേടായ കിഴങ്ങുകൾ വേർതിരിക്കുക. നടാനുള്ളത് പ്രത്യേകം മാറ്റിയതിന് ശേഷം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മഞ്ഞൾ എടുക്കണം. അത് നല്ല പോലെ കഴുകുക. ആദ്യം മഞ്ഞൾ 2-3 തവണ ശുദ്ധമായ വെള്ളത്തിൽ കഴുകണം.
അതിനുശേഷം 45 മിനിറ്റ് 60 മിനിറ്റ് മിതമായ ചൂടിൽ പുഴുങ്ങുക. പുഴുങ്ങുമ്പോൾ മഞ്ഞൾ മൃദുവാകും. നമ്മൾ കത്തി കൊണ്ട് കുത്തിയാൽ താഴ്ന്നു പോകുന്ന സ്ഥിതിയിൽ എത്തുമ്പോൾ ഇറക്കി വയ്ക്കണം. തണുത്ത ശേഷം വെള്ളം വാർക്കുകയും ചെയ്യണം. കലം ഇറക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞളെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. തീരെ ചെറുതാവാനും പാടില്ല. ആ രീതിയിൽ അരിഞ്ഞ് പാകമാക്കി എടുക്കണം. വലിയ വിത്തിൻ്റെതുണ്ടെങ്കിൽ 3-4 ഭാഗമായിട്ട് അരിഞ്ഞ്, കുറച്ചാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് ഉള്ളത് കാരണം നമുക്ക് കുറച്ച് കൂടുതൽ നമ്മൾ അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാഴ്ചയെങ്കിലും മഞ്ഞൾ ഉണക്കാൻ വേണം. 7 ദിവസത്തെ ഉണങ്ങിയതിന് ശേഷം ഒരു തുണി സഞ്ചിയിൽ ഏതെങ്കിലും പാറപ്പുറത്തോ നല്ല പോലെ അടിക്കണം. തോല് പോകണം. വീണ്ടും ഉണക്കുക. 14 ദിവസം ഉണക്കണം. ഉണക്കിയ ശേഷം വീണ്ടും അടിക്കുക. എന്നിട്ട് അതിലെ തൊലിയെല്ലാം പോയതിന് ശേഷം അതോടെ ശുദ്ധമായ മഞ്ഞൾ നമുക്ക് ലഭിക്കും. ഇത്രയും പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ശുദ്ധമായ മഞ്ഞൾ നമുക്ക് കിട്ടുകയുള്ളൂ. കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചെയ്താണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. മഞ്ഞൾ നമ്മൾ അടുക്കളയിലെ സാധാരണ മസാല മാത്രമല്ല, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിവിധ ഗുണങ്ങളുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, മുഖക്കുരു കുറയ്ക്കുന്നു, ചർമ്മ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു. നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.